നമസ്കാരം സുഹൃത്തുക്കളെ. ജീവിതം എല്ലാം കൃത്യമായി മുന്നോട്ട് പോകുന്നു എന്ന് കരുതുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ കൈവിട്ട് പോകുന്നത്. ഇന്നലെ വരെ നിങ്ങളെ പ്രശംസിച്ചിരുന്ന ആളുകൾ ഇന്ന് നിങ്ങളെ അവഗണിക്കുന്നത് പോലെ തോന്നും. പല ദിവസങ്ങളായി കാത്തിരുന്ന അവസരങ്ങൾ അവസാന നിമിഷം നഷ്ടപ്പെടും. കഠിനമായി പരിശ്രമിച്ചിട്ടും ഫലങ്ങൾ ലഭിക്കാതെ വരും. യാതൊരു ശാരീരിക അസുഖമില്ലെങ്കിലും മനസ്സിൽ ഒരു ഭാരവും ക്ഷീണവും അനുഭവപ്പെടും. അത്തരം സമയങ്ങളിൽ പലരും ഇതിനെ വെറും ദൗർഭാഗ്യമാണ് എന്ന് വിളിക്കും. ചിലർ വിധി എന്ന് പറയും. എന്നാൽ നമ്മുടെ പൂർവികർ ഇതിനെ മറ്റൊരു പേരാണ് നൽകിയിരിക്കുന്നത്: കണ്ണേറ്, ദൃഷ്ടിദോഷം അല്ലെങ്കിൽ അസൂയയുടെ സ്വാധീനം. അതേ സുഹൃത്തുക്കളെ, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം മറ്റൊന്നുമല്ല, കണ്ണേറ്, ദൃഷ്ടിദോഷം അല്ലെങ്കിൽ അസൂയയുടെ സ്വാധീനം എന്താണ് എന്നതിനെ പറ്റിയാണ്. അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ടും കൂടി ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാരണം വ്യക്തമല്ലാതെ എല്ലാം പെട്ടെന്ന് കൈവിട്ട് പോകുന്നതായി തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അസൂയ നിങ്ങളെ ബാധിച്ചതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അനുഭവം മറ്റുള്ളവർക്ക് ഈ വിഷയത്തെ കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കണ്ണേറ് എന്നത് യഥാർത്ഥമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതോ അത് വെറും മനസ്സിൻ്റെ തോന്നലാണോ? വിശ്വസിക്കുന്നു അല്ലെങ്കിൽ വിശ്വസിക്കുന്നില്ല, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നതും കൂടി കമൻറ്റിലൂടെ എന്നെ അറിയിക്കേണ്ടതാണ്. നമുക്ക് വിഷയത്തിലോട്ട് പോകാം. ഇന്ന് ശാസ്ത്രവും മനഃശാസ്ത്രവും വളരെയേറെ പുരോഗമിച്ച ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണേറ് എന്ന വാക്ക് കേൾക്കുമ്പോൾ പലർക്കും അതൊരു അന്ധവിശ്വാസമായി തോന്നാം. എന്നാൽ എവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കണ്ണേറ് എന്നത് നിർബന്ധമായും ഒരു അത്ഭുത ശക്തിയോ മന്ത്രവാദമോ ആകുന്നില്ല. മറിച്ച് മറ്റുള്ളവരുടെ അസൂയ, നെഗറ്റീവ് മനോഭാവം, വിമർശനം, സമ്മർദ്ദം എന്നിവ നമ്മുടെ ആത്മവിശ്വാസത്തെ, മനസ്സിനെ സ്വാധീനിക്കുന്നു എന്നൊരവസ്ഥയാണ് ഇതിനെ കാണാൻ കഴിയും. ആചാര്യ ചാണക്യൻ തൻ്റെ നിത്യശാസ്ത്രത്തിൽ പലതവണ അസൂയയുള്ള ആളുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ വിജയത്തിലും സന്തോഷിക്കുന്നവരെക്കാൾ നിങ്ങളുടെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്നവരാണ് പലപ്പോഴും കൂടുതൽ ശ്രദ്ധയോടെ നിങ്ങളെ നിരീക്ഷിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. പുറമെ സുഹൃത്തുക്കളായി പെരുമാറുന്ന ചിലർ ഉള്ളിൽ നിങ്ങളുടെ മത്സരബുദ്ധിയോ അസൂയയോ സൂക്ഷിച്ചവരായിരിക്കാം. അത്തരം ആളുകളുടെ സ്വാധീനം പലപ്പോഴും നമ്മുടെ മനസ്സിനെ അറിയാതെ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഒരു വലിയ ലക്ഷ്യം നേടാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൽ നല്ലൊരു മുന്നേറ്റം ഉണ്ടാകുമ്പോൾ ചില ആളുകൾ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ താല്പര്യം കാണിക്കാൻ തുടങ്ങും. നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ പദ്ധതികൾ, നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ വിജയങ്ങൾ എന്നിവയെക്കുറിച്ച് അവർ നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കും. എല്ലാ ചോദ്യങ്ങൾക്കും പിന്നിലും ദോഷം ഉണ്ടാകണമെന്നില്ല. എന്നാൽ എല്ലാവരും നിങ്ങളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്നതാണ് എന്ന് കരുതരുത്. ചാണക്യൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ തെറ്റ് നമ്മുടെ വിജയ പദ്ധതികൾ വളരെ നേരത്തെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതാണ്. കാരണം ഒരു ലക്ഷ്യം പൂർത്തിയാക്കുന്നതിന് മുമ്പ് അത് എല്ലാവരുമായി പറയുമ്പോൾ അനാവശ്യ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നെഗറ്റീവ് പ്രതികരണങ്ങളും നമ്മുടെ മനസ്സിനെ ബാധിക്കാൻ തുടങ്ങും. പലപ്പോഴും മറ്റുള്ളവരുടെ സംശയങ്ങൾ നമ്മുടെ സ്വന്തം ആത്മവിശ്വാസത്തിനെ പോലും തകർക്കും. അതിനാണ് ചാണക്യൻ പറയുന്നത്, നിങ്ങളുടെ പദ്ധതികൾ വിജയിക്കുന്നത് വരെ അത് രഹസ്യമായി സൂക്ഷിക്കുക. ഇത് കണ്ണേറിനെക്കുറിച്ചുള്ള ഒരു ആത്മീയ ഉപദേശം മാത്രമല്ല, മനഃശാസ്ത്രപരമായും ഇത് വളരെ ശക്തമായ ഒരു ഉപദേശമാണ്. കാരണം ലക്ഷ്യത്തെക്കുറിച്ച് എല്ലാവരോടും പറയുന്നതിന് പകരം അതിനായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വിജയ സ്വാധീനം കൂടുതലാണ് എന്ന് നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ, ചാണക്യൻ പറയുന്ന കാര്യം വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. കണ്ണേറോ അസൂയയുടെ സ്വാധീനമോ നിങ്ങളെ ബാധിക്കുന്നു എന്ന് തോന്നുന്നു ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉദാഹരണത്തിന്, കാരണമില്ലാതെ മാനസിക ക്ഷീണം, ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥ, അനാവശ്യമായ ഭയം, ആത്മവിശ്വാസക്കുറവ്, കുടുംബത്തിനുള്ള നിരന്തരം കലഹങ്ങൾ, തുടർച്ചയായ സാമ്പത്തിക പ്രശ്നങ്ങൾ തുടങ്ങിയവ. ഇവയെല്ലാം പല കാരണങ്ങൾ കൊണ്ടാവാം. എന്നാൽ അവയെ കൂടുതൽ വഷളാക്കുന്നത് നമ്മുടെ നെഗറ്റീവ് ചിന്തകളാണ്.
ഇവിടെയാണ് ചാണക്യൻ്റെ അടുത്ത ഉപദേശം പ്രാധാന്യമർപ്പിക്കുന്നത്. ശക്തമായ മനസ്സുള്ള വ്യക്തിയെ ആരുടെ അസൂയയും തകർക്കാൻ കഴിയില്ല. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നത്. നിങ്ങളുടെ ആത്മവിശ്വാസം ശക്തമാണെങ്കിൽ പുറത്തു നിന്നുള്ള വിമർശനങ്ങളും അസൂയയ്ക്കും നിങ്ങളെ എളുപ്പത്തിൽ ബാധിക്കാൻ സാധിക്കില്ല. നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നവരെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുന്നതിന് പകരം നിങ്ങളുടെ വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളെ വിമർശിക്കുന്നവരെ വിജയത്തിലൂടെ മറുപടി നൽകുക. നിങ്ങളെ അസൂയപ്പെടുന്നവർ ഉണ്ടെങ്കിൽ അത് പലപ്പോഴും നിങ്ങൾ എന്തെങ്കിലും നല്ലത് ചെയ്യുന്നത് എന്നതിൻ്റെ സൂചനയായിരിക്കാം. അവസാനമായി ഓർക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ സംരക്ഷണ കവചം നിങ്ങളുടെ ആത്മവിശ്വാസമാണ്. നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവരെക്കുറിച്ച് ഭയപ്പെടരുത്. നിങ്ങളുടെ മനസ്സിനെയും ലക്ഷ്യങ്ങളെയും ശക്തമാക്കുക. കാരണം ശക്തമായ മനസ്സിനെയും വ്യക്തമായ ലക്ഷ്യത്തെയും തോൽപ്പിക്കാൻ ഒരു കണ്ണെറിഞ്ഞും കഴിയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും പുരോഗതിയും നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരുടെ അസൂയയെ ഭയക്കരുത്. പകരം നിങ്ങളുടെ ഊർജം നിങ്ങളുടെ വളർച്ചയായി ഉപയോഗിക്കാം. അതാണ് ചാണക്യൻ്റെ യഥാർത്ഥ തന്ത്രം. അതാണ് യഥാർത്ഥ വിജയം. ഓർക്കുക സുഹൃത്തുക്കളെ, നിങ്ങളെ നോക്കി അസൂയപ്പെടുന്ന കണ്ണുകളേക്കാൾ ശക്തമാണ് നിങ്ങളുടെ ആത്മവിശ്വാസം. നിങ്ങളെ തടയാൻ ശ്രമിക്കുന്ന നെഗറ്റീവ് ഊർജത്തെക്കാൾ ശക്തമാക്കുക നിങ്ങളുടെ നിശ്ചയബോധം. നിങ്ങളുടെ മനസ്സ് ഉറച്ചതാണെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് തോന്നുമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ രേഖപ്പെടുത്തുക. കൂടുതൽ അറിവുകൾക്കായി എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നന്ദി, നമസ്കാരം.